എത്ര മോഡേൺസും പറഞ്ഞെന്ന് പറഞ്ഞാലും വെളിയിൽ പെണ്ണും പയ്യനും കൂടെ അവര് പാർട്ട്നേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ആയിരിക്കും. ഒരു ഉമ്മ വെക്കുന്ന കണ്ടാൽ എല്ലാവരുടെ കണ്ണ് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഈ ശശി തരൂരെ അദ്ദേഹം ഈ അടുത്ത് പറഞ്ഞൊരു കാര്യം, ഇന്ത്യ ഇസ് എ കൺട്രി വി കനോട്ട് പിസ് ഇൻ പബ്ലിക്, അതന്നെ പിസ് ചെയ്യാൻ പക്ഷെ കിസ് ചെയ്യാൻ പറ്റില്ല. അതൊരു സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് സ്ട്രേഞ്ചറിനോട് സംസാരിക്കരുതെന്ന് പറയും, പക്ഷെ സ്ട്രേഞ്ചറിനെ കല്യാണം കഴിച്ചോളാൻ പറയും അന്നത്തെ രാത്രി. മൂന്നാമത്തത് നമ്മൾ ഫോർവേഡ് ആവണമെങ്കിൽ നമ്മൾ ബാക്ക്വേർഡ് ആയിരിക്കും. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഇത് ലോകത്ത് എവിടെയും ഇന്ത്യയിൽ മാത്രം സംഭവിക്കുന്ന ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ നടക്കുന്ന സാധനമാണ്. അതെ അല്ലേ? അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രഗത്ഭരായ വിദ്യാഭ്യാസമുള്ള എക്സ്പോഷറുള്ള UN വരെ അത്രയും തലപ്പതിരുന്ന ഒരാൾ പറയുമ്പോൾ, അതായത് പ്രൈം മിനിസ്റ്റർ ആകാനുള്ള യോഗ്യതയുള്ളവർ മറ്റൊരാൾ തന്നെ പറയുമ്പോൾ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അല്ലെ? പുള്ളി അത്രയും റൂട്ടഡ് ആയിട്ട് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇന്ത്യ കണ്ടിട്ടുണ്ട് അല്ലേ? ഈ പറഞ്ഞ അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഭയങ്കര നെഗറ്റീവായിട്ടുള്ളൊരു ഇമേജ് ഉണ്ട്. യൂഷ്വലി പണ്ട് ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ പണ്ടൊരു 10-20 വർഷങ്ങൾക്ക് മുമ്പൊക്കെ അത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഫോറിൻ ആൾക്കാരുടെ ഇമേജിലേക്ക് ഒരു സിനിമ കാണിക്കണ മുഴുവൻ സ്ലം ആയിരിക്കുമല്ലോ. ഇത് ഈ റെഫറൻസ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് നമുക്ക് ഒരു ഫോറിനറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നടക്കുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആലോചിക്കും. ഒരു രാജ്യത്ത് നാശ പറഞ്ഞ പോലെ ഇത്രയും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള, ഇത്രയും കൾച്ചറൽ വെറൈറ്റീസ് ഉള്ള പല പല ഭാഷകൾ സംസാരിക്കുന്ന ഒരു രാജ്യത്ത് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ചെറിയ മനസ്സാണ് ആലോചിക്കുക. ഒരാൾ പറയാം, ഇത്രയും വിദ്യാഭ്യാസമുള്ള ഭയങ്കര എക്സ്പോഷർ ഉള്ള ഒരു മനുഷ്യൻ പറയാണ് ഇന്ത്യയിൽ നിങ്ങൾക്ക് ഒരു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ഫോർവേഡ് വരാൻ പറ്റുള്ളൂ. ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഈ പറയുന്ന അതൊരു തമാശ ഉണ്ടെങ്കിലും ഈ പറയുന്ന പോലെ വെളിയിലിറക്കി നിങ്ങൾക്ക് ഉമ്മ വയ്ക്കാൻ പ്രയാസമാണ്. പക്ഷെ സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും നമ്മള് വായിച്ചിട്ടില്ലോ, അമ്മയുടെ കൂടെ പോയപ്പോ തന്നെ നിർത്തി ചോദ്യം ചെയ്ത മറ്റേ സഹോദരന്മാരുള്ള അമ്മയുടെ കൂടെ പോയത്. ഷീ ഈസ് യങ്, ഹി ലുക്സ് ഗുഡ്, സോ ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ദേ ആർ എന്തോ അമ്മയെ മോനെ കണ്ട തിരിച്ചറിയാൻ പറ്റില്ല മതി ഇവിടുത്തെ മോറൽ പോളിസിംഗ്. ഇതാ പറഞ്ഞത്. അപ്പൊ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഇത് നമ്മളിപ്പം നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ മീഡിയയിലൂടെ അറിയുന്ന കാര്യങ്ങൾ, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, എപ്പോഴും ഈ പറയുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ സ്റ്റോറീസ് ഇന്ത്യയിലുണ്ട്. പക്ഷെ എത്തുന്നത് അവസാനം കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിക് തന്നെയാണ്. എപ്പോഴും ആ നെഗറ്റീവ് ഷെയ്ഡിന്റെ ഒരു കണക്ഷൻ, ആ മസാലയ്ക്ക് ആൾക്കാർ ഒത്തിരി അട്രാക്ട് ആവുന്നത് ഫാക്റ്റും അല്ലേ? ഫാക്റ്റും അല്ലേ? നമ്മളിപ്പോ സോഷ്യൽ മീഡിയ മാത്രമുള്ള കാര്യമാണ്. ഒരു പെൺകുട്ടിയോട് നിനക്ക് നീ ഒരാണായാൽ നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എവിടെ പോയാലും എനിക്ക് മൂത്രം ഒഴിക്കാമല്ലോ. ഇക്വാലിറ്റി എന്ന് പറഞ്ഞു അവർക്ക് അതിനുള്ള ഇക്വാലിറ്റി കൊടുക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ഡെമോക്രാറ്റി സ്വാതന്ത്ര്യം ഇത് സ്വാതന്ത്ര്യമാണ്. നമ്മളെ കൊണ്ട് പറ്റുന്നില്ല അല്ലേ? അവരുടെ പോയിന്റ് ഓഫ് വ്യൂ വേറെ, അതാണ് പിസ് ചെയ്തത് കുഴപ്പമില്ല. ശരിയാണെന്ന് അവര് മനസ്സിലാക്കി കളഞ്ഞു. ഒരു 10-20 അല്ലെങ്കിൽ ഒരു 25 വയസ്സ് വരെ കേരളത്തിൽ ജീവിച്ച ഒരാള് ദുബായിലോ UAE കൊണ്ട് നിർത്തിയാല് ഒരു മാസം എടുക്കും ഒന്ന് ജെല്ലാവാൻ. പക്ഷെ ഒരു വേറെ കാര്യം, അതായത് ഈ രണ്ടാമത്തെ പോയിന്റ് അതായത് പെൺകുട്ടികളോടൊക്കെ മോളെ പരിചയമില്ലാത്തവരോടൊന്നും സംസാരിക്കരുത്, എന്നിട്ട് കല്യാണം കഴിക്കുന്ന പരിചയമില്ലാത്ത ആളോടും താങ്കൾ അന്നത്തെ ദിവസം രാത്രി കടക്ക പങ്കിടുന്നത് ഒരു പരിചയമില്ലാത്ത ആളുടെ ഒപ്പമാണ്. ഇപ്പോഴും ചിലപ്പോൾ സിറ്റിയിലും പട്ടണങ്ങളിലും ഒക്കെ അത്ര വലിയ പഴയതുപോലെ ഉണ്ടായിരിക്കും. ഇപ്പോഴും ഉള്ളിലൊക്കെ റൂറലിലൊക്കെ വീട്ടുകാർ പറയുന്ന ഒരാൾ ചൂണ്ടിക്കാണിക്കുന്ന ആളെ തന്നെ കിട്ടുന്ന. അല്ല, അതുമല്ല, ഇപ്പൊ ഒരു പെൺകുട്ടി പറയാ എനിക്ക് അവരെ മനസ്സിലായിട്ടില്ല, ഞങ്ങളൊന്ന് സംസാരിക്കണം, എന്തോ ഒത്തിരി സംസാരിക്കാം, കണ്ടോ ഇഷ്ടപ്പെട്ടു, ഫാമിലി ഓക്കെയാണ്, ജോലിയുണ്ട്, വലിയ തിരക്കേടില്ലാത്ത ദുശീലങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു, ഓക്കെ. ഇത്രയും കാലം അപ്പം എന്റെ സുഹൃത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത്രയും കാലം നിങ്ങൾ വളർത്തി വലുതാക്കിയ വീട്ടുകാരാണോ വലുത്, കഴിഞ്ഞ 2-3 കൊല്ലങ്ങൾ അല്ലെങ്കിൽ 5 കൊല്ലമായിട്ട് അറിയാവുന്ന ഈ സുഹൃത്താണോ വലുതെന്ന് ചോദിക്കുന്നത്? ഞാൻ പറയുന്നു ഇതിന് ശേഷം ജീവിക്കേണ്ട ദിവസമല്ലേ, അതാണല്ലോ വലുത്. അങ്ങനെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് ചേട്ടാ ഞാൻ പറഞ്ഞത്. വാട്ട് ഡു യു തിങ്ക്? അല്ല, എനിക്കൊരു അതായത് എനിക്കിപ്പോഴും അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്താണെന്നറിയോ,
നമ്മൾ കുറെ പാരാമീറ്റേഴ്സ് വെച്ചിട്ടുണ്ട് കല്യാണം കഴിക്കാനായിട്ട്. ഇപ്പോഴും ആ പാരാമീറ്റേഴ്സ് തന്നെയാണ്. ഈ പറഞ്ഞ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, സ്വത്തിന്റെ കണക്ക്, ജോലിയുടെ സ്ഥിരത, അങ്ങനത്തെ ദുശീലങ്ങൾ, അങ്ങനത്തെ കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. അല്ലാണ്ട് നേരത്തെ പറഞ്ഞ കുറെ പാരാമീറ്റേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോഴത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. നമ്മൾ തമ്മിലുള്ള ഒരു വേവ് ലെങ്ത് ശരി, നമ്മൾ തമ്മിലുള്ള അഭിരുചികൾ എങ്ങനെയാണ്, നമ്മൾക്കിടയിലുള്ള താല്പര്യങ്ങൾ എങ്ങനെയാണ്, ഇതല്ലേ ലോകത്തെ ഏറ്റവും വലിയ പാരാമീറ്റർ. അതാ സത്യം, റിയൽ ഫാക്ട്. ഗാന്ധിജി ഉൾപ്പെടെ പറഞ്ഞ ഫാക്ട് അതാണ്. നമ്മളെ കൂട്ടുകാരൻ ഇപ്പം സ്നാഷിന്റെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഇപ്പൊ ചങ്ക് ഫ്രണ്ടിനെ ആ ചങ്ക് ഫ്രണ്ട് ആകാൻ ചിലപ്പം 1 മാസം എടുത്തോളാം, ചിലപ്പോൾ 2 മാസം എടുത്തോളാം, ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ആ ചങ്ക് എന്നുള്ള വേവിലേക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു കണക്ഷൻ ഒരു 2 തവണ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ 3 തവണ സംസാരിച്ചിട്ടുള്ള ഒരാളോട് എങ്ങനെ തോന്നുന്ന ഒരു കാര്യമാണ്. ഇവര് പ്ലഗും സോക്കറ്റുമായിട്ട് കൊണ്ടുവരും. ഇതായിരിക്കുന്നത് ഇത് ഏത് കമ്പനിയാണ്, ഏത് ബ്രാൻഡാണോ, എന്ത് മെറ്റീരിയൽ ഒന്നും അറിയണ്ട. കറണ്ട് വരിക, ലൈറ്റ് ഇടാൻ പരിപാടി. ഇതാണ് ഒരു സാധനം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഭയങ്കര ചേട്ടാ, അതും എഡ്യൂക്കേഷന്റെ ഒരു ഭാഗമാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അത് എഡ്യൂക്കേഷൻ അല്ല, അത് ആ മാറ്റത്തിനെ നമ്മൾ സ്വാഗതം ചെയ്യണം എന്നാ പറയണ്ടത്. അല്ലാണ്ട് ഇതൊന്നും ഒരു എഡ്യൂക്കേഷൻ അല്ലല്ലോ, ഇത് ലോകം ഇവോൾവ് ചെയ്യുമ്പോൾ വരുന്ന ഒരു മാറ്റമാണ്. പിന്നെ അതിലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, ചിലപ്പോൾ തെറ്റായിരിക്കാം. ഒരു കമ്മ്യൂണൽ സാധനമാണ് പറയുന്നത്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ദർ ഇസ് സംതിങ് കോൾ ഈ കല്യാണത്തിന് മുമ്പേ കൗൺസിലിംഗ് അങ്ങനെയുള്ള സാധനമാണ്. അത് വളരെ നല്ലതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ബാക്കി 2 കമ്മ്യൂണിറ്റിയിൽ അതുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഇല്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. വളരെ നല്ലൊരു കാര്യമാണ്. പങ്കെടുത്താലേ പള്ളി കല്യാണം അതാണ്. അപ്പോഴത്തേക്കും വീണ്ടും അവർക്ക് തിങ്ക് ചെയ്യാം, ഓക്കെ തിങ്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ അങ്ങനെയാണ് വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. പക്ഷെ ഈ ബാക്കി 2 അതൊന്നും അല്ല. ഇഷ്ടമുള്ളവർ ചെയ്യുന്നു, അത് വേറെ കാര്യം. ഈ റൂറൽ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അത് അവളെ കെട്ടുന്നു, ഇവളെ കെട്ടുന്നു, പരിപാടി കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ എന്തുവാണ്, സിനിമയാണോ? നമ്മളെ ഈ മറ്റേ പണ്ട് പോത്ത് കച്ചവടം നടത്തുന്ന പറയത്തില്ല, കയ്യില് മറ്റേ ഈ ഒരു പരിപാടിയാ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ അതായത് നമ്മളിപ്പോ ഒരു റെസ്റ്റോറന്റിൽ കുറെ റിവ്യൂ നോക്കിയിട്ട് പോണ പോലത്തെ അവസ്ഥയാണ് കല്യാണം. മനസ്സിലാവുണ്ടോ? ഈ ചേട്ടാ റിവ്യൂടെ കാര്യം പറയപ്പെടുന്നത്. എന്നാലും ഇപ്പൊ നമ്മൾ ശശി തരൂർ സാറിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോഴും ഇതിനെ കുറിച്ച് മനസ്സിലാകാത്ത 3-4 കെട്ടിയതല്ലേ ആ വശം നോക്കുന്നത്. അതാണ് അയാളുടെ ക്വാളിഫിക്കേഷനോ അയാളുടെ വാട്ട് ഹി ഹാസ് ഗിവൺ ടു ദ കൺട്രി. അതന്നെ അയാളുടെ ഒരു കോൺട്രിബ്യൂഷൻ നോക്കണേ ഇല്ല ശരിക്കും. അവിടെ UK ചെന്നിരുന്നിട്ട് അവന്മാർ ഇവിടെ നിന്ന് എന്തൊക്കെ അടിച്ചോണ്ട് പോയത് വെല്ലുവിളിച്ച് സംസാരിക്കാൻ, അവർക്ക് അറിയാവുന്ന ഭാഷയിൽ സംസാരിക്കാൻ, അവരുടെ അതേ രീതിയിൽ അതേ ആക്സെന്റിൽ ഇന്ന് ഇപ്പൊ പറയാറുണ്ട്. ഒരു മലയാളിനെ കാണിച്ചു തരാൻ പറ്റും. ആ ധൈര്യം കാണിച്ചൊരു അങ്ങനത്തെ ഒരു മലയാളി ഈ ലോകത്ത് വരണ്ടാവോ? പക്ഷെ അവിടെ അയാൾ ഈ പറഞ്ഞ മലയാളി ഇത്രയും കല്യാണം കഴിച്ച ആളാണെന്നുള്ള രീതിയിൽ ആ സൈഡ് നിങ്ങൾ ഒരു 5 കെട്ടിയെന്ന് വെക്കുക, ചേട്ടന്റെ പേഴ്സണാലിറ്റി മാറണ്ട. പേഴ്സണാലിറ്റി ഒരാളാക്കുന്നത് അല്ലേ? ഇറ്റ് ഇസ് നോട്ട് യുവർ പേഴ്സണൽ ലൈഫ് വിച്ച് മേക്സ് യു വാട്ട് യു ആർ, ഇറ്റ്സ് യുവർ പേഴ്സണാലിറ്റി വിച്ച് മേക്സ് വാട്ട് യു ആർ. ചില ആൾക്കാർ പറയുന്നുണ്ട് ഒരു ഗായകനെ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഇഷ്ടമല്ലാത്തത്? അയാളുടെ സ്വഭാവം ശരിയല്ല. ഞാൻ നീ അല്ല പാട്ട് നോക്കിയാ പോരെ. മമ്മൂട്ടി എന്താ ഞാൻ കൈ കാണിച്ചിട്ട് തിരികെ നോക്കിയാ പോരെ പറയുന്നത് എന്ന് പറഞ്ഞ ജഡ്ജ്മെന്റൽ സ്റ്റിഗ്മ. ഈ ഒരു 2050 ഈ സിനാരിയോ മാറും ഇന്ത്യയുടെ. ഇപ്പൊ നമ്മളിപ്പോ വളരെ നല്ല പോയിന്റ് ആണ്. 2010 അല്ലെങ്കിൽ 2000 ഞാൻ 10th പാസ് ഔട്ട് ആയത്. ഓക്കെ, അന്ന് ഈ പറഞ്ഞ ഈ കമ്മ്യൂണൽ പ്രശ്നങ്ങൾ തന്നെ ഞാൻ പറഞ്ഞു. 2000 കാര്യമാണ് പറഞ്ഞത്. ഇന്ന് 2025 എന്തൊക്കെ കമ്മ്യൂണൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ ഞാൻ വായിച്ച വാർത്ത, മഹാരാഷ്ട്രയില് എന്തോ ഒരു ഉത്സവം വരുന്നു. സാധാരണ വർഷങ്ങളായിട്ട് നടന്ന ഒരു ഉത്സവം ചേട്ടാ. അപ്പൊ ആ ഭാഗത്ത് തന്നെ മുസ്ലിംസിന്റെയും കുറെ കടകളുണ്ട്. അപ്പൊ ഈ 1 മാസം അവിടെ നോൺ വെജ് ഒന്നും ചെയ്യത്തില്ല എന്നുള്ള ഇത്തരം കാലം കഴിഞ്ഞ കൊല്ലം വരെ 2 സാധനമാണ് പറയുന്നത്. ഇക്കൊല്ലം മുതൽ ഈ 1 മാസം മുസ്ലിംസ് കട തുറക്കാൻ പാടില്ല, നിർബന്ധമാക്കിയിരിക്കുന്നു. മഹാരാഷ്ട്രയുടെ കാര്യമാണ് പറയുന്നത്. എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന മഹാരാഷ്ട്രയുടെ കാര്യം പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് 2000 കാര്യം ഞാൻ പറഞ്ഞു. നമ്മളിപ്പോ 2025 നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ഇവരവിടെ കട തുറക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അവരുടെ കച്ചവടം എന്താ, അവരുടെ കുടുംബം എന്താ, അതൊന്നുമല്ല അവിടുത്തെ പ്രശ്നം. അവര് സർക്കാർ ആ 1 മാസത്തേക്കുള്ള കാര്യം നോക്കുന്നല്ല, അവർ കച്ചവടമാണ് നടത്തുന്നത്. ശരി, നോൺ വെജ് വിൽക്കാൻ പാടില്ല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറഞ്ഞാൽ നോംസ് കൊടുത്തിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഓക്കെ. ഇത് ഒറ്റയടിക്ക് കട തുറക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പൊ അവിടെ കമ്മ്യൂണൽ ഇല്ല ഏട്ടാ. നമ്മൾ സമാധി കേട്ടിട്ടുണ്ടോ? ഞാൻ 2010 സമാധി കേട്ടിട്ടില്ല. ഞാൻ 2000 കേട്ടിട്ടുണ്ട്. നമ്മളിതാ ഇപ്പൊ കേൾക്കുന്നു. നമ്മൾ പണ്ട് നടന്നിരുന്ന കാര്യങ്ങള് ഒരു ഇന്റർവെല്ലിന് ശേഷം വളരെ ശക്തമായിട്ട് തിരിച്ചു വരുന്നത്. കമ്മ്യൂണൽ എന്ന് പറയുന്ന രീതിയിൽ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് വരുന്നോ എന്ന് ചോദിച്ചാൽ വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ 2050 എന്ത് സംഭവിക്കുന്നത് ഐ കനോട്ട് പ്രെഡിക്റ്റ്.
ഇതിനേക്കാളും മെച്ചപ്പെടുമെന്നാണ് ആഗ്രഹം. നമുക്ക് പ്രാർത്ഥിക്കാം ഇതിനേക്കാളും വേസ്റ്റ് ആവരുതെന്ന്. ഈ പറഞ്ഞ പോലെ സിനിമ കണ്ട് ഇൻസ്പയർഡ് ആവുന്ന ആൾക്കാർ വരരുതാണ് ആഗ്രഹം. പക്ഷെ നല്ല സിനിമകൾ വരണം, വെറൈറ്റീസ് വരണം, അതിന് വയലൻസും വരണം, സെക്സ് വേണം, ഹ്യൂമർ വേണം, എല്ലാ രീതിയിലുള്ള ജോൺറായും വരണം. പക്ഷെ അതിൽ നിന്നും എന്ത് ഇൻസ്പയർ ആകണം, എന്ത് ഇൻസ്പയർ ആകില്ല എന്നുള്ളത് മനുഷ്യന്റെ ബോധം ഉണ്ടാവണം എന്നുള്ളതാണ്. ബോധം വരുത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു സാധനം.